everyone, welcome back to Salem Learning. It's me, Muhammad Shafiq BK, your chemistry teacher. മക്കളെ എല്ലാവരും വളരെയധികം ഉഷാറായിരിക്കുന്നു, സന്തോഷത്തിലിരിക്കുന്നു എന്നൊക്കെ സാർ വിചാരിച്ചോട്ടെ. ആസിഡ് ബേസ് എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആസിഡ് ബേസ് സാൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഭംഗിയുള്ള ഒരു ചാപ്റ്റർ മക്കളെല്ലാവരും പഠിച്ചിട്ടുണ്ടാകും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിലായാലും നമ്മുടെ സൈലം അസ്ത്ര ബാച്ചിലായാലും ഒക്കെ നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുണ്ടാകും. ഓക്കെ, റെഡി. അപ്പോൾ അതിലുള്ള ഒരു ടോപ്പ് 10 MCQs ആണ് സാർ ചെയ്യുന്നത്. മുമ്പ് ഫസ്റ്റ് ചാപ്റ്ററിന് ഇതേപോലെ തന്നെ സാർ MCQs ചെയ്തിരുന്നു. ആ സമയത്ത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം. മറ്റൊന്നുമല്ല, നമ്മൾ ഈ 10 MCQs ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലുള്ള പല ഏരിയകളും നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് സ്വന്തം മനസ്സിലാകും. അപ്പോൾ ഏതെങ്കിലും MCQ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കാണാതെ പഠിച്ചു വെക്കുക എന്നുള്ളതല്ല, ആ ഉത്തരത്തിലേക്ക് ഞാൻ എങ്ങനെ എത്തി, ആ ഒരു കണ്ടന്റ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും മക്കൾ അത് പഠിക്കുക. ഇതാണ് ഒരു ക്വസ്റ്റ്യൻസിലൂടെ നമ്മുടെ പാഠഭാഗങ്ങൾ, നമ്മുടെ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും എവിടെയാണ് നിങ്ങൾക്ക് അറിയാത്ത പാർട്ട് എന്നുള്ളത്. അപ്പോൾ അവിടെ പോയി നിങ്ങൾക്ക് കൂടുതൽ ഡെപ്തിൽ പഠിക്കാനായിട്ട് സാധിക്കും. എനിവേ, നമുക്ക് ഫസ്റ്റ് MCQയിലേക്ക് പോകാം മക്കളെ. എന്താണ് what happens a solution of acid is mixed with the solution of base. അപ്പോൾ അതായത് ആസിഡും ബേസും തമ്മിൽ മിക്സ് ചെയ്യാണ് ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ഓക്കെ, റെഡി. നമുക്കറിയാം ആസിഡും ബേസും തമ്മിൽ മിക്സ് ചെയ്യുന്ന ആ റിയാക്ഷൻ നമ്മൾ പറയാം ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്നാണ് അല്ലേ. ആസിഡും പ്ലസ് ബേസും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടിയ എന്താണടാ, ഒരു സാൾട്ട് ഫോം ചെയ്യും, ഉറപ്പാണ്. ഒരു സാൾട്ട് ഉണ്ടായിരിക്കും, സംടൈംസ് വാട്ടറും ഫോം ചെയ്യും എന്നുള്ളതാണ്. എനിവേ, സാൾട്ട് നിർബന്ധമായിട്ടും ഫോം ചെയ്യണം. ഓക്കെ മക്കളെ, മറ്റൊരു കാര്യം, ഇതെന്താണ്, ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഓക്കെ, ന്യൂട്രലൈസേഷൻ എന്ത് റിയാക്ഷൻ ആണ്? എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അതായത് ആ റിയാക്ഷൻ തുടങ്ങി കഴിഞ്ഞാൽ അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് നമുക്ക് അവിടെ ടെസ്റ്റ് ട്യൂബിൽ ടെമ്പറേച്ചർ നമുക്ക് ഫീൽ ചെയ്യും. റെഡിയാണോ? ഇനി നമുക്ക് ഓപ്ഷൻ വായിച്ചു നോക്കാം. ടെമ്പറേച്ചർ ഓഫ് ദ സൊല്യൂഷൻ ഡിക്രീസസ് ആണോ? അല്ല, ഡിക്രീസ് ചെയ്യലല്ലോ ചെയ്യുക, നമ്മൾ ആദ്യം എടുത്തതിനേക്കാൾ ഇൻക്രീസ് ചെയ്യും ടെമ്പറേച്ചർ. അപ്പോൾ അത് തെറ്റാണ്. ടെമ്പറേച്ചർ ഓഫ് ദ സൊല്യൂഷൻ ഇൻക്രീസസ്, യെസ്, അപ്പോൾ അത് ശരിയാണ്, രണ്ടാമത്തെ ശരിയാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ ഓപ്ഷൻ സെറ്റാണ്. ഇനി എന്താണ്, സെറ്റാണെന്ന് കേട്ടോ പറഞ്ഞേ. റെഡി. ഇനി എന്താ, ടെമ്പറേച്ചർ ഓഫ് ദ സൊല്യൂഷൻ റിമെയിൻ സെയിം. അല്ല, എക്സോതെർമിക് റിയാക്ഷൻ ആകുമ്പോൾ തീർച്ചയായിട്ടും ടെമ്പറേച്ചർ കൂടുക ചെയ്യാം. എങ്ങനെയാണെടാ, നമ്മൾ വാട്ട് ഈസ് എക്സോതെർമിക് റിയാക്ഷൻ? ഹീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. അതല്ലെങ്കിൽ നമുക്ക് പറയാം ഹീറ്റ് പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ റിയാക്ഷൻ നടത്തുന്ന സമയത്ത് അത് ഹീറ്റ് പുറത്തേക്ക് വിടുമ്പോൾ ആ ടെസ്റ്റ് ട്യൂബിൽ നമുക്ക് എന്ത് അനുഭവപ്പെടും? ഹീറ്റ് അനുഭവപ്പെടും. അതായത് ആ സൊല്യൂഷൻ ആദ്യം ഹീറ്റ് ഇല്ലാത്ത ആ സൊല്യൂഷൻ വീണ്ടും തൊട്ട് നോക്കുമ്പോൾ നമുക്ക് ഹീറ്റ് അനുഭവപ്പെടും. അപ്പോൾ ഹീറ്റ് ഇൻക്രീസ് ചെയ്യാണ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ് അല്ലേ. ഓക്കെ, പിന്നെന്താ, സാൾട്ട് ഫോം ഇല്ലേ, സാൾട്ട് ഫോർമേഷൻ ടേക്സ് പ്ലേസ്. ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ആക്കി ചെയ്തെടുക്കാം, ഡി ആണ് നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഈ കാര്യങ്ങൾ മക്കൾ ഓർത്ത് വെക്കുക. വാട്ട് ഈസ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ? ആസിഡ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഒരു സാധനവും ബേസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് സാൾട്ട് കിട്ടുന്ന, ഓക്കെ, സാൾട്ടിന്റെ ബൈ പ്രോഡക്റ്റ് നമ്മൾ എടുക്കുന്ന ആസിഡിനും ബേസിനും അനുസരിച്ച് മാറി മാറി വരും. എനിവേ, സാൾട്ട് കിട്ടുന്ന ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഇതിന്റെ ഓപ്പോസിറ്റ് പ്രോസസ്സിന് എന്താ വിളിക്കുക? ഹൈഡ്രോളിസിസ് എന്ന് വിളിക്കും കേട്ടോ. ഒക്കെ ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ ഈ റിയാക്ഷൻ എന്താണ്? എക്സോതെർമിക് റിയാക്ഷൻ ആണ്, നമുക്ക് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, റെഡി. ഇനി അടുത്ത നോക്കടാ. നോക്കി, ഒറ്റ ക്വസ്റ്റ്യൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത നോക്കിയടാ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സോൾട്ട്സ് ഡസ് നോട്ട് കണ്ടെയ്ൻ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ? താഴെയുള്ളതിൽ ഏതെയാണ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഇല്ലാത്ത? എന്താ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാലടാ, നമ്മൾ നോക്കിയേ, ഇപ്പോൾ ഒരു AB.H2O ഈ ഫോമിൽ നമ്മൾ എഴുതുന്നതിനാണ് എന്ത് പറയാ? വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഫോം എന്ന് പറയാം അല്ലേ. അപ്പോൾ ഈ ഫോമിൽ ഇല്ലാത്ത ഏതാന്നുള്ളതാണ് ചോദിക്കണം. അപ്പോൾ കുറേ മോളിക്യൂൾസിന്റെ ഫോർമുലാസ് മക്കൾക്ക് അറിയണം. ഓക്കെ, നോക്കാം നമുക്ക്. ഒന്നാമത്തത് ബ്ലൂ വിട്രിയോൾ ആണ്. വാട്ട് ഈസ് ബ്ലൂ വിട്രിയോൾ? കോപ്പർ സൾഫേറ്റ് അല്ലേ, കോപ്പർ സൾഫേറ്റ് CuSO4 ഡോട്ട്. എത്ര H2 ആണ് ബ്ലൂ വിട്രിയോൾ എന്നുള്ളത്? ഐ തിങ്ക് ഓക്കെ 5 H2 ആണ് എന്തുള്ളത്? ബ്ലൂ വിട്രിയോൾ എന്നുള്ളത് അല്ലേ. കോപ്പർ സൾഫേറ്റ്. ഓക്കെ, കോപ്പർ സൾഫേറ്റ് ബ്ലൂ വിട്രിയോള ഫോമിലാണെങ്കിൽ അതെന്താണ്? കോപ്പർ സൾഫേറ്റ് ഡോട്ട് 5 H2. അപ്പോൾ അതിനെന്തായാലും വാട്ടർ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഉത്തരം അതല്ല. ബേക്കിംഗ് സോഡയുടെ ഫോമുല എന്താണെടാ? NaHCO3 ആണ്, സോഡിയം ബൈകാർബണേറ്റ് ആണ് ബേക്കിംഗ് സോഡ. അവിടെ എന്തില്ല? നമ്മുടെ വാട്ടർ വേറെ തന്നെ ഇല്ല. അതുകൊണ്ട് ഇതായിരിക്കാം ഉത്തരം വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉത്തരം നമുക്ക് ഇപ്പോൾ തന്നെ മാർക്ക് ചെയ്ത് വെക്കാം. ബാക്കിയുള്ളതിന്റെ ഫോമുലാസ് നമുക്കൊന്ന് എഴുതി നോക്കാം. വാഷിംഗ് സോഡ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? സോഡിയം കാർബണേറ്റ് ആണ്. Na2CO3 ആണ് എന്താ? വാഷിംഗ് സോഡ. ഡോട്ട് എന്തുണ്ടടാ? 10 H2O ഉണ്ട് എന്ന് മക്കൾക്ക് അറിയാം. ഓക്കെ, പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, റെഡി. ഇനി ജിപ്സത്തിന്റെ ഫോമുല എന്താ? കാൽസ്യം സൾഫേറ്റ് ആണ്, CaSO4 ആണ്. ഡോട്ട് 2 H2O. ഓക്കെ, റെഡി. അപ്പോൾ ഇവിടെ ഇല്ലാത്തത് ഏത് മാത്രമാണോ മക്കളെ? നമ്മുടെ സോഡിയം ബൈകാർബണേറ്റ്. ദാറ്റ് മീൻസ് എന്താണടാ? ബേക്കിംഗ് സോഡയാണ്. റെഡി അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് കണ്ടെയ്ൻ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ? ഇത് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നിന്നും പഠിച്ചു വെക്കുക. ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് നമ്മൾ വാട്ടറിന്റെ മോളിക്യൂൾസിന് എഴുതുന്നതിനെയാണ് നമ്മൾ പറയുന്നത് എന്താ? വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ.
ഓക്കെ, അപ്പൊ ഇതില്ലാത്തത് ബേക്കിംഗ് സോഡ മാത്രമാണ്. സെറ്റ് ആണല്ലോ മക്കളെ. ഇനി അടുത്ത നോക്കണേ, വാട്ട് ഈസ് ഫോംഡ് വെൻ സിങ്ക് റിയാക്ട് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്. സിങ്കും സോഡിയം ഹൈഡ്രോക്സൈഡും തമ്മിൽ റിയാക്ട് ചെയ്താൽ എന്താ ഉണ്ടാവുക നോക്കാം. നമുക്ക് ഇക്വേഷൻ എഴുതി നോക്കാം അല്ലെ. ഓക്കെ, സിങ്കും നമ്മുടെ NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് വെച്ചാൽ എന്താ NaOH ആണ്. അപ്പൊ നമുക്ക് എഴുതാം Zn പ്ലസ് NaOH gives എന്തൊക്കെയാ കിട്ടടാ, അവിടെ കിട്ടുന്ന ഒരു കാര്യമാണ് ഒന്ന് സോഡിയം സിങ്കേറ്റ്, NaZnO2. ഇതാണ് സോഡിയം സിങ്കേറ്റ് എന്ന് പറയുന്നത്. എന്താ ഇതിന്റെ പേരടാ, സോഡിയം സിങ്കേറ്റ് അല്ലേ, നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്, അല്ലെങ്കിൽ പഠിക്കണം കേട്ടോ. ഓക്കെ, സോഡിയം സിങ്കേറ്റും പിന്നെ ഉണ്ടാകുക ഹൈഡ്രജൻ ഗ്യാസും ആണ്. അത് പാറിപ്പോരുത്, ബൈ പ്രോഡക്റ്റ് പല ആൾക്കാരും വാട്ടർ ആണെന്ന് തെറ്റിദ്ധരിക്കും, അല്ല ഹൈഡ്രജൻ ആണ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് ബാലൻസ് ചെയ്യണമെങ്കിൽ ഒന്നുമില്ല, NaOH 2 NaOH ആക്കി കൊടുത്താൽ ഇത് ബാലൻസ് ആയിരിക്കും. റെഡി. അപ്പൊ എന്തായാലും ഇവിടെ ഫോം ചെയ്തത് ഹൈഡ്രജൻ ഗ്യാസും സോഡിയം സിങ്കേറ്റും ആണ്. ഐ തിങ്ക് ഇവിടെ ഉണ്ടാവും ഓപ്ഷൻ അല്ലേ, സോഡിയം സിങ്കേറ്റ് ആൻഡ് സോഡിയം സിങ്ക് ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. അതല്ല, നമ്മൾ ഇതിനെ വിളിക്കുക സോഡിയം സിങ്കേറ്റ് എന്നാണ്, സോഡിയം സിങ്കേറ്റ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് കേട്ടോ. സോഡിയം സിങ്ക് ഓക്സൈഡ് എന്നല്ല അതിന്റെ പേര് വരിക, സോഡിയം സിങ്കേറ്റ് എന്നാണ്. അപ്പോൾ നമുക്കിവിടെ ബി ആണ് നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ. ഓക്കെ, റെഡി. ഇനി അടുത്ത എന്താടാ, ടൊമാറ്റോ ഈസ് എ നാച്ചുറൽ സോഴ്സ് ഓഫ് വിച്ച് ആസിഡ്. ടൊമാറ്റോയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണോ ചോദിച്ചത്. നമുക്ക് ഓരോന്നും നോക്കാം. അസറ്റിക് ആസിഡ് ഏതിലാണുള്ളത്, വിനെഗറിലാണുള്ളത്, വിനെഗറിൽ. സിട്രിക് ആസിഡ് ഏതാ, ലെമൺ പോലെയുള്ള അല്ലെ, പുളിയുള്ള കാര്യം ലെമണിലൊക്കെ ആണുള്ളത്. ടാർട്ടാറിക് ആസിഡ് ഏതാ, പുളിയിൽ അല്ലെ, നമ്മുടെ എന്താ പറയാ ഇംലി ടൈപ്പ്, അതായത് പുളിയിലൊക്കെയാണുള്ളത് അല്ലെ. ഇനി എന്താണ്, ഓക്സാലിക് ആസിഡ് ആണ് ഇവിടെ ഉള്ളത് ടൊമാറ്റോയിൽ. ഓക്കെ, അപ്പോൾ ഓക്സാലിക് ആസിഡ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. റെഡി അല്ലേ. ഓക്കെ, സെറ്റ്. ഇനി എന്താ അടുത്തത്, നമ്മൾ ബ്രെയിൻ ഈസ് ആൻ. എന്താണ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. മസ്റ്റ് ബി പഠിച്ചിരിക്കുക, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ. ഓക്കെ, അപ്പൊ എന്താണ് അക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ആണെന്ത് ബ്രെയിൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒന്നുമില്ലടാ, ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ടാൽ നമ്മുടെ സാൾട്ട്, കോമൺ സാൾട്ട് ആണ് സോഡിയം ക്ലോറൈഡ്, അതിന് വെള്ളത്തിലിട്ട് മിക്സ് ആക്കി കിട്ടുന്ന സൊല്യൂഷൻ, അതാണെന്ത് ബ്രെയിൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഇനി എന്താ അടുത്തത്, Na2CO3.10H2O. ഇത് കൂട്ടത്തിൽ ഏതാണ്, വാഷിംഗ് സോഡയാണോ, ബേക്കിംഗ് സോഡയാണോ, ബ്ലീച്ചിങ് പൗഡർ ആണോ, ടാർട്ടാറിക് ആസിഡ് ആണോ, ഇതിലേതാണെന്നാണ് ചോദിച്ചത്. മക്കളെ ഇവിടെ Na2CO3 NaHCO3 രണ്ട് ടൈപ്പ് കാർബണേറ്റ്സ് ആണുള്ളത്. ഒന്ന് നോക്കിയ മക്കളെ, NaHCO3 ഉണ്ട്, Na2CO3 ഉണ്ട്. രണ്ടും കാർബണേറ്റ് ആണ്. അതെങ്ങനെ കാർബണേറ്റ് പറയാ, CO3 ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കാർബണേറ്റ് കേട്ടോ. CO3 ഉണ്ടെങ്കിൽ, CO2 അല്ല, CO3 ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതിന് മാറിപ്പോകാതിരിക്കാൻ സാർ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. എന്താണ്, ഒന്ന് എന്തായാലും മക്കളെ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കാം, ഇതിലേതോ ഒന്ന് വാഷിംഗ് സോഡയാണ്, ഒന്ന് ബേക്കിംഗ് സോഡയാണ്. അപ്പൊ ഏതാണ് ബേക്കിംഗ് സോഡ, ഏതാണ് വാഷിംഗ് സോഡ, പേര് പഠിച്ചു വെക്കുക. നോക്കിയേ, CO3 എന്ന് വെച്ചാൽ എന്താണ്, കാർബണേറ്റ് ആണ് എന്നാണ് അർത്ഥം, കാർബണേറ്റ് കേട്ടോ. അതിലേക്ക് H വന്നാൽ, CO3ക്ക് ചാർജ് ഉണ്ട് 2-, HCO3 എന്ന് പറഞ്ഞ അയോൺ ആണ് അവിടെ ഉള്ളതെങ്കിൽ 1- ആണ്. അതിന്റെ പേരെന്താ വരിക, ബൈ കാർബണേറ്റ് എന്നാ വരിക, ബൈ കാർബണേറ്റ്. അപ്പോ മക്കളെ ഇതിനെ വിളിക്കുക സോഡിയം ബൈ കാർബണേറ്റ്. ഇതെന്താ, സോഡിയം കാർബണേറ്റ്. അപ്പൊ ബൈ കാർബണേറ്റ് ബേക്കിംഗ് സോഡ, രണ്ടിലും ബി ഉണ്ട്, അങ്ങനെ ഓർത്തു വെക്കുക കേട്ടോ. ബേക്കിംഗ് സോഡ ബൈ കാർബണേറ്റ്, ബേക്കിംഗ് സോഡ ബൈ കാർബണേറ്റ്, രണ്ടിലും ബി. അപ്പൊ ബി ഉള്ളത് ഏതാണ്, അത് ബേക്കിംഗ് സോഡ. നമുക്കറിയാം സോഡിയത്തിന്റെ HCO3 സോഡിയം ബൈ കാർബണേറ്റ് ആണോ സോഡിയം കാർബണേറ്റ് ആണോ എന്നുള്ള ഡൗട്ടാണ് ഉണ്ടാവുക. അവിടെയാണ് നമ്മൾ ക്ലിയർ ചെയ്തത്, സോഡിയം ബൈ കാർബണേറ്റ് ബേക്കിംഗ് സോഡ, ബി കണക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഇവിടുത്തെ ബേക്കിംഗ് സോഡ ഏതാണ്, സോഡിയം ബൈ കാർബണേറ്റ് ആണ്. അപ്പം ഇതെന്താണ്, വാഷിംഗ് സോഡയാണ് അല്ലെ. Na2CO3.10H2O എന്നുള്ളത് എന്താണ്, വാഷിംഗ് സോഡയാണ്. നമ്മുടെ ഉത്തരം എന്താണ്, വാഷിംഗ് സോഡയാണ് കേട്ടോ. ഓക്കെ, സെറ്റ് ആണല്ലോ, റെഡി ആണല്ലോ. എന്നാൽ അടുത്ത നോക്കാം നമുക്ക്. എന്താണ്, അറ്റ് വാട്ട് ടെമ്പറേച്ചർ ജിപ്സം ഈസ് ഹീറ്റഡ് ഫ്രം പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഓക്കെ, ജിപ്സത്തിനെ ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇടുക അല്ലേ. നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ പൗഡർ ഫോമിലേക്ക് ആക്കുക, ജിപ്സത്തിനെ ഹീറ്റ് ചെയ്തിട്ടാണ്. ജിപ്സം മീൻസ് കാൽസ്യം സൾഫേറ്റ് ആണ് ജിപ്സം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ടെമ്പറേച്ചറിലാണ് ഈ ജിപ്സത്തിനെ ഹീറ്റ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചത്. മക്കളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതുള്ളത് 373 കെൽവിൻ എന്നാണ്. 373 കെൽവിൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസിലേക്ക് നോക്കുമ്പോൾ അത് ഏതാണ്, 100 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറയാം. ഓക്കെ, 373 കെൽവിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതെങ്ങനെ കിട്ടി നോക്കിയേ മക്കളെ, 0 ഡിഗ്രി സെൽഷ്യസ് ആണെന്ത്, 0 ഡിഗ്രി സെൽഷ്യസ് ആണെന്ത് നമ്മുടെ 273 കെൽവിൻ എന്ന് പറയുന്നത്, 273 കെൽവിൻ. അപ്പൊ 0യിൽ നിന്നും 100ലേക്ക് 100 ഡിഗ്രി സെൽഷ്യസ്, അപ്പൊ 100 കൂടി അല്ലെ. അപ്പൊ ഇപ്പുറത്തും 100 കൂട്ടി കൊടുക്കുക ഇതിലേക്ക്, 373 കെൽവിൻ. അപ്പോൾ ഇവിടെ ഫുൾ ഡിഗ്രി സെൽഷ്യസിലാണ് ഓപ്ഷൻ ഉള്ളത്, അതുകൊണ്ടാണ് സാർ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ഉത്തരം വരിക,
100°C എന്നാണ് ഉത്തരം വരിക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം നമ്മൾ. എന്താണെടാ, ഹൗ മെനി വാട്ടർ മോളിക്യൂൾസ് ഡസ് ഹൈഡ്രേറ്റഡ് കാൽസ്യം സൾഫേറ്റ്സ് കണ്ടെയ്ൻ? ഹൈഡ്രേറ്റഡ് കാൽസ്യം സൾഫേറ്റ് എത്ര വാട്ടർ മോളിക്യൂൾ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്? എന്താണ് കാൽസ്യം സൾഫേറ്റ്? CaSO4.2H2O. ഇതല്ലേ നമ്മുടെ ജിപ്സം. ഈ പറയുന്നതിനെയാണ് നമ്മൾ ജിപ്സം എന്ന് വിളിക്കുക അല്ലേ? ജിപ്സം എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ജിപ്സത്തിൽ എത്ര ഉണ്ട്? 2 ആണ് അല്ലേ? അപ്പൊ 2 ആണ് ഓപ്ഷൻ ഉണ്ടാവുക കേട്ടോ. 2 റെഡി? ഓക്കെ, യെസ്. ഇനി അടുത്ത എന്താണെടാ, സോഡിയം കാർബണേറ്റ് ഈസ് ബേസിക് സാൾട്ട്. ഓക്കെ, അപ്പൊ ബേസിക് സാൾട്ട് ആണ് പറഞ്ഞത്. അപ്പൊ എന്താ നമുക്ക് അതിന് ഒന്ന് പറയാം. നോക്കി, ആസിഡും മക്കൾ നോക്കടാ, ആസിഡും ബേസും കൂടി ചേർന്നാലാണ് എന്ത് കിട്ടുക? സാൾട്ട് കിട്ടുക. മക്കളെ, ആദ്യത്തെ ഓപ്ഷൻ എന്താ? ആസിഡ് എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്. ഞാൻ STR എന്നിടുന്നത് സ്ട്രോങ് ആണ്. ഇതെന്താണ്? വീക്ക് ആണെന്ന് വിചാരിക്കുക. WK വീക്ക് എന്ന് നിങ്ങൾ വെറുതെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. വീക്ക് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം രണ്ടും സ്ട്രോങ് ആയിക്കോട്ടെ. രണ്ടും സ്ട്രോങ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കിട്ടുന്നത് എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, NT എന്നിടുന്നു ന്യൂട്രലിന്. ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ആസിഡ് സ്ട്രോങ് ആണ്, ബേസ് വീക്ക് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? ആരാണോ സ്ട്രോങ് അയാളുടെ പ്രോപ്പർട്ടിയാണ് ആര് കാണിക്കുക? സാൾട്ട് കാണിക്കുക. രണ്ടാളും സ്ട്രോങ് ആണെങ്കിൽ പിന്നെ ആരെയും പ്രോപ്പർട്ടി കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ന്യൂട്രൽ ആയി നിൽക്കും. അപ്പം സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആണെങ്കിൽ ഈ സാൾട്ട് എന്തായിരിക്കും? ആസിഡിക് സാൾട്ട് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ എന്താണ്? ആസിഡ് വീക്കും ബേസ് സ്ട്രോങ്ങും ആണ് വിചാരിച്ചോ. ബേസ് സ്ട്രോങ് ആണ്. അങ്ങനെയാണെങ്കിൽ സാൾട്ട് എന്തായിരിക്കും? ബേസിക് ആയിരിക്കും. ഇവിടെ സാൾട്ട് ബേസിക് ആണെന്ന് പറഞ്ഞത്. ബേസിക് സാൾട്ട് ആണ്. അപ്പോൾ അതിന് ഓപ്ഷൻ നോക്കാം. സ്ട്രോങ് ആസിഡ് അല്ല, വീക്ക് ആസിഡും വീക്ക് ബേസും അല്ല, സ്ട്രോങ് ആസിഡ് പറ്റൂല. ആസിഡ് സ്ട്രോങ് ആയാൽ തന്നെ ഉറപ്പാണ് ഒരിക്കലും സാൾട്ട് എന്താവില്ല? ബേസ് ആവില്ല. വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ്. വെരി ഗുഡ്, ഇതാണ് അർത്ഥം. ഞാൻ വെരി ഗുഡ് എന്നോട് തന്നെയാണ് പറഞ്ഞത്, നിങ്ങളോടും കൂടിയാണ് പറഞ്ഞത്. ഓക്കെ, റെഡി? അപ്പോൾ സെറ്റ് ആണെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതൊന്നും മക്കൾ എന്ത് ചെയ്യുക? ഈ കാര്യമൊക്കെ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. സെറ്റ് അല്ലേ? ഈ കാര്യം നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തു വെക്കുക കേട്ടോ. ഇതിന് വലിയ എന്താ പറയാ, ഏതൊരാൾക്കും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. എന്താണ്? ആരാണോ സ്ട്രോങ് അയാളുടെ പ്രോപ്പർട്ടി അതിന്റെ പ്രൊഡക്റ്റ് കാണിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആസിഡ് സ്ട്രോങ് ആണെങ്കിൽ സാൾട്ട് അസിഡിക് ആയിരിക്കും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ആസിഡും സ്ട്രോങ് ബേസും സ്ട്രോങ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ സാൾട്ടിന് വേറൊരു നിവർത്തിയില്ല, ന്യൂട്രൽ ആയി നിൽക്കാനേ കഴിയുള്ളൂ. ഓക്കെ, റെഡി? ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ആൽക്കലീസ് ആർ. ആൽക്കലി എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽക്കലി എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ സോല്യൂബിൾ ബേസസിനെയാണെന്ന് പറയാം ആൽക്കലി എന്ന് പറയാം. സിമ്പിൾ റെപ്രസെന്റേഷനിലൂടെ സാറേ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, ഈ കാണുന്നത് മൊത്തം, ഈ ഒരു സർക്കിൾ മൊത്തം ബേസ് ആണെന്ന് മക്കൾ വിചാരിക്കുക. ഇത് മൊത്തം ബേസ് ആണ്. അതിന്റെ ഉള്ളിലുള്ള ഒരു ടീമാണ് ആര്? ആൽക്കലി. അപ്പൊ മക്കളെ നിങ്ങൾ ഓർക്കുക, എല്ലാ ആൽക്കലീസും ഈ ഒരു വലിയ സർക്കിളിന്റെ ഉള്ളിലല്ലേ ഈ ചെറിയ സർക്കിൾ ഉള്ളത്. അപ്പോൾ എല്ലാ ആൽക്കലീസും ബേസ് ആണ്, ബേസിന്റെ ഉള്ളിലുള്ള ആൾക്കാരാണ്. പക്ഷെ എല്ലാ ബേസും എന്തല്ല? ആൽക്കലീസ് അല്ല. കാരണം ഇവിടെ ഉള്ള ഈ ബേസുകളൊന്നും എന്തല്ല? ആൽക്കലി അല്ല. അപ്പൊ എന്തോ പ്രത്യേകതയുള്ള ബേസുകളെ മാത്രമേ നമ്മൾ ആൽക്കലീസ് എന്ന് വിളിക്കുള്ളൂ. അപ്പൊ എന്താണ് ആൽക്കലീസ് എന്ന് പറഞ്ഞാൽ? വാട്ടർ സോല്യബിൾ ബേസസ് ആർ കോൾഡ്. വാട്ടർ സോല്യബിൾ ബേസിനെ മാത്രമേ നമ്മൾ എന്ത് വിളിക്കുള്ളൂ? ആൽക്കലീസ് എന്ന് വിളിക്കുള്ളൂ കേട്ടോ. അപ്പൊ മക്കൾ മറക്കരുത്, എല്ലാ ആൽക്കലിയും ബേസ് ആണ്. പക്ഷെ എല്ലാ ബേസിനും എന്താക്കാൻ പറ്റൂല? ആൽക്കലി ആക്കാൻ പറ്റൂല. ചില ബേസുകൾ വാട്ടറിൽ സോല്യൂബിൾ അല്ല, അത് ആൽക്കലി എന്ന് പറയാൻ പറ്റൂല. അത് ബേസ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. പക്ഷെ വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ബേസുകൾ മൊത്തം എന്ത് വിളിക്കാം? ആൽക്കലീസ് എന്ന് വിളിക്കാം. റെഡി? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടെ എന്താ നമ്മൾ പറയാം? ആസിഡ്സ് വിച്ച് ആർ സോല്യൂബിൾ ഇൻ വാട്ടർ അല്ല, ബേസ് ആണ് അല്ലെ? ബേസ് വിച്ച് ആർ ഇൻസോല്യൂബിൾ. നോ, ബേസ് വിച്ച് ആർ സോല്യൂബിൾ ഇൻ വാട്ടർ. സിമ്പിൾ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ മെച്ചം എന്താണെന്ന് വെച്ചാൽ, ഒരൊറ്റ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം ആ ക്വസ്റ്റ്യനിൽ വെച്ച് ചർച്ച ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് തിങ്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കി കാര്യങ്ങൾ ഏതെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയം പോയി പഠിക്കാനായിട്ട് സാധിക്കും. സിമ്പിളായി പഠിച്ചാൽ മതിടാ. സയൻസ് എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കെമിസ്ട്രി ഒക്കെ വളരെ ഈസി ആയിരിക്കും. നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. എനിവേ, നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഉഷാറായിരിക്കുക. Signing off.